5 ചെയിൻ ഇടുക. 5 ചെയിൻ 3 4 5 5 ചെയിന് ഫസ്റ്റത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. ഫസ്റ്റ് ചെയിൻ യാൺ ഓവർ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. കണ്ടില്ലേ, റൗണ്ട് വന്നില്ലേ? ഇനി 3 ചെയിൻ 3 ചെയിൻ ഇടുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇൻ ദിസ് റൗണ്ട് 11 ഡബിൾ ക്രോഷ്യ 11 ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. അപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 3 നൂല്. യാൺ ഓവർ 2 നൂല് കളയുക. യാൺ ഓവർ 2 നൂല് കളയുക. ഇങ്ങനെ ബാക്കി 10 ചെയ്യുക. യാൺ ഓവർ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക്. യാൺ ഓവർ തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 കളയുക. യാൺ ഓവർ 2 കളയുക. യാൺ ഓവർ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക്. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 കളയുക. യാൺ ഓവർ 2 കളയുക. യാൺ ഓവർ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക്. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 കളയുക. യാൺ ഓവർ 2 കളയുക. 11 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ റൗണ്ട് വന്നു. ഈ ഫസ്റ്റ് ചെയിനിൽ ഇതിൻ്റെ മുകളിലേക്ക് ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. 2 നൂല്. ഈ ഫസ്റ്റ് നൂല് രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ കുഞ്ഞു റൗണ്ട് എന്താ റൗണ്ട്. ഇനി ചെയ്യേണ്ടത് യാൺ ഓവർ ചെയ്യുക. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട അതേ ഹുക്കിൽ ഇത് ഈ ഹോള് കണ്ടില്ലേ, ഈ ഹോളിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ചെയിൻ 2 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഓൾ ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഇത് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. സെയിം ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 കളയുക. യാൺ ഓവർ 2 കളയുക. അങ്ങനെ എല്ലാ ചെയിനിൻ്റെ ഉള്ളിലും 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് കേട്ടോ. രണ്ട് ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് എല്ലാ ചെയിനിൻ്റെ ഉള്ളിലും കേട്ടോ. ഇതേ നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തു. ഇനി ഫസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. 2 ചെയിൻ, ആദ്യത്തെ ചെയിൻ രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് യാൺ ഓവർ ചെയ്യുക. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള ഈ ഹോളിൽ അതിൻ്റെ ഉള്ളിൽ 1 ഡബിൾ ക്രോഷ്യ. മേക്ക് 1 ഡബിൾ ക്രോഷ്യ. 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് റോ, നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ.
ഒന്ന്, സെയിം ചെയിനിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിൻ 1 ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് ചെയിൻ 2 ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് 1 2 1 2 റിപ്പീറ്റ് ദിസ് മെത്തേഡ്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഒരു ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷേ, അടുത്തത് 2 ഡബിൾ ക്രോഷേ, അടുത്തത് 1 ഡബിൾ ക്രോഷേ, അടുത്തത് 2 ഡബിൾ ക്രോഷേ, രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു. അടുത്തതിൽ 1 1 2 1 2 എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അടുത്തതിൽ 1, അടുത്തതിൽ 2, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് 2, അങ്ങനെ ലാസ്റ്റ് വരെ ചെയ്യട്ടാ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ, മേൽഭാഗത്തുള്ള ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ യാൺ ഓവർ ചെയ്യുക, വലിക്കുക, ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. 3 റൗണ്ട് നമ്മൾ ചെയ്തു. ഇനി 4th റൗണ്ട് യാൺ ഓവർ ചെയ്യുക. സെയിം ആ ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ ചെയ്തു. നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും 1 ഡബിൾ ക്രോഷേ. ദെൻ നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, ദെൻ സ്റ്റിച്ച് മാർക്കർ എടുക്കുക, ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്ത് ഇടുക. ഇപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷേ, അടുത്തത് 1 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷേ. റിപ്പീറ്റ് ദിസ് മെത്തേഡ്. വീണ്ടും 1 ഡബിൾ ക്രോഷേ, ദെൻ 2 ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ. ഈ ഒരു മെത്തേഡ് ഈ റൗണ്ട് ഫുള്ളാവണത് വരെ ചെയ്യാം കേട്ടോ. അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ, 1 1 2 മെത്തേഡ്, 1 1 2. നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷേ, രണ്ടെണ്ണം, ഒന്ന്, 2. നെക്സ്റ്റ് 1, 1, നെക്സ്റ്റ് 2, 1, 1, 2. 1,
1 2 1 1 2 അടുത്തതിൽ 1 ചെയ്യുക. ഇനി സ്റ്റിച്ച് മാർക്കർ ഊരി ഈ ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്കിട്ടു, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചു. 2 നൂല്, ഈ ആദ്യത്തെ നൂല് രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു. ഇതാണ് 4ാമത്തെ റൗണ്ട്. നമ്മളിപ്പോൾ 4 റോയാണ് ചെയ്താക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി 5ാമത്തെ റോയാണ് ചെയ്യണത്. അതിനെ ആദ്യം യാൺ ഓവർ ചെയ്യുക. സെയിം ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് 2 കളയുക, യാൺ ഓവർ ചെയ്ത് 2 കളയുക. അപ്പോൾ ഒരു ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ചെയിനിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി 4ാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും യാൺ ഓവർ, സെയിം ചെയിനിൽ തന്നെ 2ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, 3ാമത്തെ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ, 4ാമത്തെ ചെയിനിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തത്. അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് മാർക്കർ അല്ലെങ്കിൽ സേഫ്റ്റി പിൻ ഇട്ടോളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും മറക്കും. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് നിർത്തിയത് 2 ഡബിൾ ക്രോഷ്യ. ഇനി 3 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ. ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. 1, 2ാമത്തെ ചെയിനിൽ 2ാമത്തെ ഡബിൾ ക്രോഷ്യ, 3ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, 4ാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. 1 ചെയ്തു, 2 ചെയ്തു. ഇത് റൗണ്ട് മൊത്തം ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സ്റ്റിച്ച് മാർക്കർ മാറ്റുക. ഈ ഒരു ചെയിനിൻ്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. കണ്ടില്ലേ, 1 2 3 4 5 റോ കഴിഞ്ഞു. ഇനി 6ാമത്തെ റോയിൽ ഇൻക്രീസ് ചെയ്യാണ്. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യയാണ് വേണ്ടത്. നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു കേട്ടോ. ഇനി 4ാമത്തെ ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ, 5ാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരെണ്ണം കഴിഞ്ഞു. സെയിം ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ വരും ചെയ്യുക. ഇനി
സ്റ്റിച്ച് മാർക്കർ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. വീണ്ടും 4 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ കേട്ടോ. ഒന്നാമത്തെ ചെയിനിൽ ഒരു എണ്ണം ചെയ്തു, 2 3 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 5ാമത്തെ ചെയിനിൽ 2 എണ്ണം, ഒരെണ്ണം 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും 4 ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, 1 2 3 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. 5ാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഈ ഒരു ചെയിൻ ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ 1 2 3 4 5 6 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടാവും.